ചൂടെടുത്ത് വീടത്തൊഴി പ്രാന്തായി വീട്ടിലിരുന്നപ്പോഴേക്കും ഒന്ന് നാട് കാണാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ അമ്മയും ഉണ്ട്. നമ്മുടെ പുരയിടത്തിൽ നിന്ന് കുറച്ച് വിറകൊക്കെ കീറി വീട്ടിലും കൊണ്ടിടാനുണ്ട്. പുരയിടത്തിനടുത്തുള്ള തോട്ടിലാകട്ടെ തീരെ വെള്ളമില്ല. ഒരാഴ്ച കൂടി കഴിയുമ്പോഴേക്കും തോട് റോഡാവും. ഇപ്പൊ തന്നെ വീട്ടിലെ കിണറുകളിലെല്ലാം വെള്ളം കുറഞ്ഞു തുടങ്ങി. കാഴ്ച കണ്ടത് മതി, ഇനി കുറച്ച് ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ അടുത്തേക്ക് വിളിച്ചു. അമ്മ കുറച്ച് വിറവ് കയറിയിട്ടുണ്ട്. ഇന്നാളത്തെ പോലെ ഇതെല്ലാം ഒന്ന് ചുമന്ന് വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് ഇതുപോലെ കുറെ വിറവ് ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് കൊടുത്തു. ഈ വിറവെല്ലാം കൂടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കെട്ടിവെച്ച വിറവ് റോഡ് വരെ അമ്മ കൊണ്ട് തരാന്ന് പറഞ്ഞു. ഒന്ന് പൊക്കി തലയിലോട്ട് വെച്ചു കൊടുക്കുന്നു ചോദിച്ചു. പിന്നെന്താ, ഞാൻ അപ്പോഴേ പിടിച്ച് തലയിലോട്ട് വെച്ചു. എന്നിട്ട് ബാക്കി വന്ന വിറവ് ഞാൻ പറക്കി ഒരു ചാക്കിലാക്കി എന്റെ തോളിൽ തൂക്കി. ഞാൻ അമ്മയെ ഓർത്തേക്ക് ഇത് മുമ്പിൽ കയറി നടന്നു. പെട്ടെന്ന് പടവുന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അമ്മയുടെ തലയിലിരുന്ന വിറവ് തറയെ കിടക്കുന്നു. അമ്മയെ സഹായിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിറവെടുത്ത് എന്റെ തലയിൽ വെച്ചോളാം. പറഞ്ഞിരുന്നു മുമ്പേ വിറവ് എന്റെ തലയിലായി. പിന്നെ ഇനി എന്തിരിയാ കൊണ്ട് നടന്നല്ലേ പറ്റുള്ളൂ. പിറകിൽ നിന്ന് ചിരിച്ചോണ്ട് വരുന്ന അമ്മയെയും മുമ്പേ വിറവും തൂക്കി ചിരിച്ചോണ്ട് പോണ എന്നെയും നിങ്ങൾക്ക് കാണാം. വിറവ് റോഡിലെത്തിച്ച് എന്റെ ടിപ്പറിലോട്ട് കയറ്റി. നല്ല ചൂടുണ്ട്. ഒറ്റ ട്രിപ്പിൽ വിറവൊന്നും വീട്ടിലെത്തൂല. ആദ്യത്തെ ട്രിപ്പ് വിറവ് വീട്ടിൽ കൊണ്ടിട്ടു. ഇനി നമുക്ക് പോയി അടുത്ത ട്രിപ്പ് എടുക്കാം. 1, 2, 3 നാലാമത്തെ ട്രിപ്പിൽ എല്ലാം കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് അമ്മയുടെ ആയിരിക്കുന്ന ഈ ബക്കറ്റും പിന്നെ ഒരു കോടാലിയും പിന്നെ അമ്മയെ കൂടെ കയറ്റി വീട്ടിൽ കൊണ്ടാക്കണം. ഇനിയും അമ്മയെ സഹായിക്കും.